ഹായ് വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOLA ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് 2 5 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് വൺ യൂണിറ്റ് 6 പ്രിൻസിപ്പിൾ ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ബിസിനസ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെറ്റേഴ്സ്. ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് സ്കില്ലും അതുപോലെ തന്നെ ചില അതിൻ്റെ പ്രിൻസിപ്പിൾസും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ലെറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് എന്താണ്? ക്ലാരിറ്റി ആൻഡ് കോഹറൻസ്. നമ്മൾ അയക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ലെറ്ററിലുള്ള ഇരിക്കുന്ന മെസ്സേജ് ഈസി ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, ആൻഡ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ് ആയിരിക്കണം. അവിടെ എന്താണ് നമുക്കൊരു കൺഫ്യൂഷന് ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജും അതുപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ടൈപ്പിലുള്ളൊരു മെസ്സേജ് ആയിരിക്കണം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംപ്രോപ്പർ എന്ന് പറയുന്നത് ഡ്യൂ ടു അൺഫോർസീൻ സർക്കംസ്റ്റൻസ് വി റിഗ്രറ്റ് ടു ഇൻഫോം ദാറ്റ് യു ദ അപ്ലിക്കൻറ്റ് ഈസ് ബീൻ കൺസിഡേർഡ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ലാംഗ്വേജ്. എന്നാൽ നമ്മുടെ പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ എഴുതും? വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് വി നീഡ് ടു റിവ്യൂ അപ്ലിക്കേഷൻ അഗെയിൻ ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് ഇഷ്യൂസ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടും ഒരേ അർത്ഥമാണ്, പക്ഷെ അതിൻ്റെ ഫോമാറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പം നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ സിമ്പിൾ ലാംഗ്വേജുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത കൺസിഡറേഷൻ, ഫ്രെയിം യുവർ മെസ്സേജ് ഫ്രം റീഡേഴ്സ് പെർസ്പെക്റ്റീവ്. നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് റീഡറിൻ്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കണം നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കണം, അവർ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ആ രീതിയിലായിരിക്കണം നമ്മൾ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ പൊസിഷൻ നമ്മൾ പറയുന്ന രീതിയിലാവരുത് ആ ലെറ്റർ ഉണ്ടായിരിക്കേണ്ടത്. എക്സാമ്പിൾ, വി ഹാവ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ് എന്നതിന് പകരം യു വിൽ ബെനിഫിറ്റ് ഫ്രം ദ അപ്കമിങ് ചേഞ്ചസ് വി ആർ ഇംപ്ലിമെൻറ്റിങ്. ഇത് രണ്ടും ഒരേ മീനിങ് ആണെങ്കിലും അതിൽ ചെറിയ സ്ലൈറ്റ്ലി ഒരു ചേഞ്ചസ് വരുത്തിയപ്പം കുറച്ചുകൂടെ അതൊരു വ്യൂവേഴ്സിൻ്റെ റീഡറിൻ്റെ പെർസ്പെക്റ്റീവിലേക്കായി ഇത് മാറി. ഇവിടെ പറയുന്നത് വി ഹാവ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ്, ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് ചില ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ചേഞ്ചസിൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കുറച്ചുകൂടെ പൊളൈറ്റുമായി അതുപോലെ റീഡറിൻ്റെ പെർസ്പെക്റ്റീവിലുമായിരിക്കും. ബ്രീവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ദ ലെറ്റർ കോൺഷ്യസ് ആൻഡ് ദ പോയിന്റ് എലിമിനേറ്റിംഗ് സൂപ്പർ ഫ്ലോസ് ആൻഡ് വേർഡ്സ് വിത്ത് സ്റ്റിൽ മെയിൻറ്റെയിനിങ് ക്ലാരിറ്റി. ഇവിടെ പറയുന്നത് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, ലെറ്ററിൽ എന്താണോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് അതിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിനകത്ത് വേണ്ടാത്ത അനാവശ്യമായ വേർഡ്സിലൊന്നും കുത്തി കയറ്റണ്ട. അതിൻ്റെ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ളത്, ആസ് യു മേ ഓൾറെഡി ബി അവെയർ അവർ കമ്പനി ഹാസ് കണ്ടക്റ്റഡ് ത്രൂ അനലൈസ് വിച്ച് ലെഡ് അസ് ടു ദി കൺക്ലൂഷൻ വി ഷുഡ്. കുറച്ചുകൂടെ ഭയങ്കര ഒരേ കാര്യം നീട്ടി വലിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടി വി ഹാവ് കംപ്ലീറ്റഡ് അവർ അനലൈസിസ് ആൻഡ് കൺക്ലൂഡഡ് ദാറ്റ്. സെയിം, രണ്ടും ഒരേ അർത്ഥമാണ്, പക്ഷേ ഇത് കുറച്ച് നീട്ടി വലിച്ചിട്ടാണ് ഇതിനെ കുറച്ചുകൂടെ സിമ്പിളാക്കി കൊണ്ടുവന്നു. കേർട്ടസി ആൻഡ് ഫ്രണ്ട്ലിനെസ്. നമ്മൾ എഴുതിയിരിക്കുന്ന ലെറ്റർ എന്തായിരിക്കണം? പൊളൈറ്റ് ആയിരിക്കണം, കുറച്ചുകൂടെ പൊളൈറ്റ് ടോണിലായിരിക്കണം, അല്ലാതെ ഒരു ആജ്ഞാപിക്കുന്ന രീതിയിലും മറ്റും ആയിരിക്കരുത്. നമ്മൾ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കുമ്പോൾ അത് വായിക്കുന്നവരും നമ്മൾ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും, അതിനൊന്ന് മെച്ചപ്പെടുത്തും. എക്സാമ്പിൾ, വി കനോട്ട് ഗ്രാൻഡ് യുവർ റിക്വസ്റ്റ്. ഇത് കുറച്ചുകൂടെ ഹാർഷായി. പക്ഷെ നമ്മൾ പൊളൈറ്റ് ആയിട്ട് എങ്ങനെ പറയാം? വി വിൽ അപ്രീഷിയേറ്റ് യുവർ റിക്വസ്റ്റ്, വി ആർ അൺഫോർച്ചുനേറ്റ് അൺഎബിൾ ടു ഗ്രാൻഡ് ഇറ്റ് അറ്റ് ദിസ് ടൈം. രണ്ടും ഒരേ മീനിങ് ആണ്, പക്ഷേ അതിൻ്റെ വേർഡുകൾ ചില മാറ്റം വരുത്തിയപ്പം ഇത് കുറച്ച് ഹാർഷായിട്ടാണ്, ഇത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട്. അപ്പം കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകും. അടുത്തത് കറക്റ്റ്നെസ്. എൻഷുർ ദാറ്റ് യുവർ ലെറ്റർ ഈസ് ഫ്രീ ഫ്രം ഗ്രാമാറ്റിക്കൽ ആൻഡ് ഫ്രാക്ച്വൽ എറേഴ്സ്. നമ്മൾ അയക്കുന്ന ലെറ്ററിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ അതുപോലെ പറയുന്ന ഫാക്ച്വൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിലൊന്നും എറേഴ്സ് ഇല്ലാതിരിക്കാനും ഇന്നാക്യുറസി ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അൺപ്രൊഫഷണലിസമാണ് അവിടെ കാണിക്കുക. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംപ്രോപ്പർ, ദ ഇൻഫർമേഷൻ യു റിക്വസ്റ്റഡ് ആർ എൻക്ലോസ്ഡ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ശരി, പ്രോപ്പർ വേ എങ്ങനെയാണ്? ദ ഇൻഫർമേഷൻ യു റിക്വസ്റ്റഡ് ഈസ് എൻക്ലോസ്ഡ്. ഇവിടെ ഈസ് കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കലി ആയിട്ട് കറക്റ്റായിരിക്കണം നമ്മുടെ ലെറ്റർ. കംപ്ലീറ്റ്നെസ്, പ്രൊവൈഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ ലീവിങ് നോ റൂം ഫോർ ആംബിഗ്വിറ്റി ടു സർക്കമവെൻറ്റ് ഫർദർ കറസ്പോണ്ടൻസ്. ഇവിടെ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നൽകുക. അവിടെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് നമ്മൾ ഇട കൊടുക്കാൻ പാടില്ല. അപ്പം ഇൻകംപ്ലീറ്റ് ആയിട്ട് എക്സാമ്പിൾ വരുന്നത് റിഗ്രറ്റ് ഇൻഫോം ചെയ്ത് അബൌട്ട് ദ ഡിലേ. പക്ഷെ നമ്മുടെ കുറച്ചുകൂടെ കംപ്ലീറ്റ്നെസ് ആയിട്ട് നമ്മൾ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതി ഇങ്ങനെയായിരിക്കും. വി റിഗ്രറ്റ് ഇൻഫോം ദാറ്റ് യുവർ ഷിപ്മെൻറ്റ് ഈസ് ഡിലൈഡ് ഡ്യൂ ടു അൺഫോർസീൻ
സർക്കംസ്റ്റാൻസ് ഇറ്റ് വിൽ ബി അറൈവ് നോ ലെറ്റർ ദാൻ May 5. ഇത് കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിൽഡായി ആൾക്കാർക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ എന്താണ് കാരണം എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഇത് വ്യക്തതയില്ലാത്ത ഒരു മെസ്സേജ് ആയിരിക്കും. അടുത്ത ഒറിജിനാലിറ്റി യൂസ് യുണീക്ക് സ്റ്റൈൽ ടു അട്രാക്റ്റ് അറ്റൻഷൻസ് എസ്പെഷ്യലി ഫോർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഓർ ന്യൂ പ്രൊഡക്റ്റ് അനൗൺസ്മെൻറ്റ്. ഇവിടെ പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് സ്റ്റൈല് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ലെറ്ററിൽ. Example, instead of standard phrase craft personal approach, we thought you might appreciate a specially curated സെലക്ഷൻ ജസ്റ്റ് ഫോർ യു. ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നീറ്റ്നെസ്, നമ്മുടെ ലെറ്റർ നീറ്റായിരിക്കാൻ, ഫോമാറ്റ് നമ്മുടെ എന്താണ് എറേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കുക, പോസിറ്റീവ് ഇംപ്രഷൻ നൽകുന്നതിന് വേണ്ടി എറേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കുക, നല്ല നീറ്റായിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം. എഫക്റ്റീവ്നെസ്, അതുപോലെ യുവർ ലെറ്റർ ഷുഡ് ലീഡ് ടു ഡിസൈർഡ് ആക്ഷൻ ഓർ റെസ്പോൺസ്, ക്ലിയർ കോൾ, ആക്ഷൻ ആർ ക്രൂഷ്യൽ. എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം. നമ്മുടെ കൊടുക്കുന്ന ലെറ്ററിന് ലെറ്റർ കാരണം അവരുടെ റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ടൈപ്പിലുള്ള ലെറ്റർ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, പ്ലീസ് കൺഫേം യുവർ അറ്റൻഡൻസ് ബൈ March 10. എക്സാമ്പിൾ ഇങ്ങനെ കൊടുക്കാം. നമ്മളെ ലെറ്ററിനനുസരിച്ചിട്ട് അവർ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യുന്ന രീതിയിലുള്ള ലെറ്റർ ആയിരിക്കണം. അടുത്ത ഫോം ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്റേഴ്സിൻ്റെ ഫോമാറ്റും അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നാണ്. വെൽ സ്ട്രക്ചേർഡ് ബിസിനസ് ലെറ്റർ ബിസിനസ് ലെറ്റർ ആയിരിക്കും. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹെഡിങ് ഉണ്ടായിരിക്കണം. സെൻറ്ററിൻ്റെ നെയിം, അഡ്രസ്സ്, കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് അഡ്രസ്സ്, പ്രൊവൈഡ് റെസിപ്പിയൻസ് ഫുൾ അഡ്രസ് ഫോർ ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ റെസിപ്പിയൻറ്റിൻ്റെ ഫുൾ അഡ്രസ്സ് നൽകുക. എക്സാമ്പിൾ മിസ്റ്റർ രാജേഷ് ശർമ്മ IBC ഇങ്ങനെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ, ബിഗിൻ വിത്ത് റെസ്പെക്റ്റ്ഫുൾ ഗ്രീറ്റിംഗ് ബേസ്ഡ് ഓൺ യുവർ റിലേഷൻഷിപ്പ് വിത്ത് റെസിപ്പിയൻറ്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അയക്കുന്ന വ്യക്തിക്ക്, നമ്മൾ കത്തയക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടായിരിക്കണം അതിൻ്റെ സ്റ്റാർട്ടിങ് കൊടുക്കുക. എക്സാമ്പിൾ, ഡിയർ മിസ്റ്റർ ശർമ്മ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഡിസ്റ്റൻസിലെല്ലാം കുറച്ചുകൂടെ റെസ്പെക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് തുടങ്ങും. അങ്ങനെയൊക്കെ വരും. മെയിൻ ബോഡി, ഓർഗനൈസ് ദ സെക്ഷൻ ഇൻ ടു ആൻ ഇൻട്രൊഡക്ഷൻ, ദ മെയിൻ കണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ. നമ്മൾ എഴുതുന്ന മെയിൻ ബോഡി, നമ്മൾ ലെറ്ററിനകത്ത് ഇരിക്കുന്ന കണ്ടന്റിൽ ഫസ്റ്റ് നമ്മളതിന് ഒരു മെയിൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ ഒരു മെയിൻ കണ്ടന്റ് കൊടുക്കുക, പിന്നെ ഒരു കൺക്ലൂഷൻ. അങ്ങനെ 3 രീതിയിലായിട്ടായിരിക്കും ഇതിൻ്റെ ബോഡി കൊടുക്കുക. എക്സാമ്പിൾ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, താങ്ക് യു ഫോർ യുവർ ഇൻക്വയറി റിഗാർഡിങ് അവർ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ എന്നിട്ട് തുടങ്ങുക. എക്സാമ്പിളാണ്. പിന്നെ അതിൻ്റെ മെയിൻ കണ്ടന്റ്, വി ആർ പ്ലീസ്ഡ് ടു ഇൻഫോം യു ദാറ്റ് വി ഹാവ് ലോഞ്ച്ഡ് സെവറൽ ന്യൂ പ്രൊഡക്ട്സ് എന്നിട്ട് കൊടുക്കുക. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എൻക്വയറി വന്നതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടുള്ള ഒരു കത്താണിത്. അതുപോലെ കൺക്ലൂഷൻ, വി ലുക്ക് ഫോർവേഡ് ടു യുവർ ഫീഡ്ബാക്ക് ടു ഹോപ്പ് ഹിയർ ഫ്രം യു സൂൺ. അപ്പം എന്തൊക്കെയാണ്? ഒരു ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടന്റ്, പിന്നെ ഒരു കൺക്ലൂഷൻ. ഇത് 3 ഉണ്ടായിരിക്കുക ബോഡിയിൽ. അതുപോലെ കോംപ്ലിമെൻ്ററി ക്ലോസ്, നമ്മൾ ലെറ്റർ നിർത്തുന്നിടത്ത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. സിഗ്നേച്ചർ ആവശ്യമാണെങ്കിൽ സിഗ്നേച്ചർ കൊടുക്കുക. അടുത്ത അഡീഷണൽ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻക്ലോഷർ. ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ലെറ്ററിൻ്റെ കൂടെ ഒരു അഡീഷണലായിട്ട് ഡോക്യുമെൻറ്റും കൂടെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? എൻക്ലോഷർ, പ്രൊഡക്റ്റ് ബ്രോഷർ എക്സാമ്പിൾ വരുന്നത്. കോപ്പി സർക്കുലേഷൻ, CC, ലിസ്റ്റ് ഇൻ അഡീഷൻ റെസിപ്പിയൻ്റ് ഓഫ് ദ സെയിം ലെറ്റർ. ഈ സെയിം ലെറ്ററിന് വേറൊരാൾക്കും കൂടെ ഒന്നിൽ കൂടുതൽ ആൾക്ക് നമ്മൾ അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ CC എന്നുള്ളെടുത്ത് ഇത് കൊടുക്കുക. അതുപോലെ പോസ്റ്റ് സ്ക്രിപ്റ്റ് അഥവാ PS യൂസ് ഫോർ ഇമ്പോർട്ടൻറ്റ് അഡീഷണൽ നോട്ട്സ് ആഫ്റ്റർ ബോഡി ഓഫ് യുവർ ലെറ്റർ. നമ്മുടെ ലെറ്ററിൻ്റെ ബോഡിക്ക് ശേഷം എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നോട്ട്സ് കൊടുക്കാനുണ്ടെങ്കിൽ PS എഴുതിക്കൊണ്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഔട്ട് അവർ അപ്കമിങ് ഡീൽസ് വിത്ത് ദിസ് മന്ത്. ഇത് കുറച്ച് ബോഡിയുടെ താഴെയായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റോ അല്ലെങ്കിൽ അഡീഷണൽ നോട്ട്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക. അടുത്ത മാർജിൻ ഐഡൻറ്റിഫിക്കേഷൻ നൽകുക. കറക്റ്റായിട്ടുള്ള മാർജിനും ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യും. നമ്മുടെ ലെറ്റർ വായിക്കുന്നതിനും പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ നന്നായി കാണുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നൽകുക. ഇതുപോലെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അടുത്തത് യൂണിറ്റ് 7 ബിസിനസ് കറസ്പോണ്ടൻസ്. നമ്മുടെ ബിസിനസ് ലെറ്റർ, നമ്മുടെ കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷന് ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നൊരു ക്രൂഷ്യൽ പാർട്ട് തന്നെയാണ്. അതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഇമേജും അതുപോലെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? അത് റെസിപ്പിയൻറ്റിൻ്റെ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ബിസിനസ് ലെറ്റർ വഴി.
എന്താണ് ഒരു നമ്മൾ കെയർഫുള്ളി കൺസ്ട്രക്ട് ചെയ്യുന്നൊരു നല്ല രീതിയിൽ തയ്യാറാക്കിയ ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ടീസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അതിന് എന്ത് ചെയ്യാൻ സാധിക്കും, വിടവ് നികത്താൻ സാധിക്കും ഈ ബിസിനസ് ലെറ്റർ വഴി. അപ്പം എസെൻഷ്യൽ ഫോർ ബിസിനസ് ലെറ്ററിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളൊരു ബിസിനസ് ലെറ്റർ എഴുതുമ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, നമ്മുടെ ഈച്ച് സെൻറ്റൻസ് ഷുഡ് ബി ക്ലിയർലി എക്സ്പ്രസ് റൈറ്റേഴ്സ് ഇൻറ്റൻറ്റ്, നമ്മുടെ ഓരോ സെൻറ്റൻസും ക്ലിയറായിട്ട് എക്സ്പ്രസ് ചെയ്യണം ആ എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ അവിടെ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ കൂടുതൽ പൂറായിട്ടുള്ള വരുന്നത് മെസ്സേജ് എങ്ങനെയായിരിക്കും, ഡ്യൂ ടു കംപ്ലക്സ് സിറ്റുവേഷൻ വി റിഗ്രറ്റ് അവർ ഓവർസൈറ്റ്. പക്ഷെ എന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെയായിരിക്കും, വി അക്നോളജ് ദാറ്റ് മിസ്റ്റേക്ക് ഇൻ ഓർഡർ ആൻഡ് വിൽ റെക്ടിഫൈ ഇറ്റ് പ്രോംപ്റ്റ്ലി. ഇത് കുറച്ചുകൂടെ ബെറ്റർ കമ്മ്യൂണിക്കേഷനാണ്, ബെറ്റർ ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. അപ്പം ക്ലാരിറ്റി ഉണ്ടാവും, നമ്മുടെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ടാവും. ഫസ്റ്റ് വൺ യൂണിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. നമ്മളൊരു കത്തയക്കുമ്പോൾ ഒരു സബ്ജക്റ്റിനെ മാത്രം ഒരു ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളൊരു ലെറ്റർ ആയിരിക്കണം, അല്ലാതെ ഒരുപാട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ കുത്തി നിറച്ചിട്ടുള്ളൊരു ലെറ്റർ ആവാൻ പാടില്ല. അത് വായിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒറ്റൊരു ടോപ്പിക്കിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ലെറ്റർ ഒരു ടോപ്പിക്ക് മാത്രം കൈകാര്യം ചെയ്യാം. അതുപോലെ എക്സാക്ട്നെസ് ആൻഡ് ബ്രീവിറ്റി. നമ്മൾ എന്താണോ ടോപ്പിക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ പോയിന്റ് വിട്ടു പോവാതെ അൺനെസസറി ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ആവശ്യമില്ല. അത് നമ്മുടെ എന്തെങ്കിലും മെസ്സേജിൻ്റെ ഒരു ദൃഢത ഇല്ലാതാക്കും. അത് പൊളൈറ്റ്നെസ് ആൻഡ് കേർട്ടസി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊളൈറ്റ് ആയിട്ടുള്ള ടോണിൽ നമ്മൾ ലെറ്റർ എഴുതുക, അല്ലാതെ നമ്മൾ ഹാർഷായിട്ടുള്ള വേർഡ്സുകളോ സെൻറ്റൻസുകളോ യൂസ് ചെയ്തിരിക്കുക. കൺവിൻസിങ് ആൻഡ് എഫക്റ്റീവ്, നമ്മൾ പറയുന്ന കാര്യം റീഡർക്ക് നമ്മുടെ പറയുന്ന കാര്യം അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള, റീഡറിന് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ നമ്മൾ സിൻസിയാരിറ്റി ഹോണസ്റ്റി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ലെറ്റർ ആക്കുക. അപ്പിയറിംഗ് അട്രാക്റ്റീവ്, നമ്മുടെ നൽകുന്ന ലെറ്റർ നന്നായിട്ട് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ ഫോമാറ്റിങ്ങിലും കുറച്ചുകൂടെ വായിക്കുന്ന റീഡറിന് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിലും ഈസി റീഡിങ് ടൈപ്പ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നീറ്റ്നെസ്, നമ്മളെപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഓവർ റൈറ്റിംഗ് എന്നിവയൊക്കെ ഒഴിവാക്കി നീറ്റ്നെസ് ഉറപ്പുവരുത്തുക. അടുത്ത സ്റ്റൈൽ ഓഫ് ബിസിനസ് ലെറ്റേഴ്സിൻ്റെ സ്റ്റൈൽ എന്തൊക്കെയാണെന്നാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എൻഷുർ ദ ഫാക്ച്വൽ ആക്യുറൻസി, അവോയ്ഡ് എക്സാജറേഷൻ. ഇവിടെ പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫാക്റ്റ്, നമ്മുടെ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിലുള്ള ഫാക്റ്റ് ഫാക്ച്വൽ ആക്യുറൻസി, അത് കറക്റ്റാണ്, അതിൽ കള്ളത്തരമൊന്നുമില്ല, കറക്റ്റായിട്ടുള്ള ഫാക്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുത്തിരുന്ന ഉറപ്പ് വരുത്തുക. അനാവശ്യമായ എക്സാജറേഷൻസ്, ഇങ്ങനെ നീട്ടി വലിച്ച് അനാവശ്യമായ എക്സാജറേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക. അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വി ഗ്യാരണ്ടി യു വിൽ നെവർ ഫേസ് ഇഷ്യൂസ് വിത്ത് അസ് അഗൈൻ. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെയായിരിക്കും, വി ആർ കമ്മിറ്റഡ് ടു ഇംപ്രൂവ് അവർ സർവീസസ് ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ ഇഷ്യൂസ്. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെസ്സേജാണ്. അടുത്ത ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കണം, നമ്മൾ പോയിന്റിലേക്ക്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഡയറക്റ്റ് പോയിന്റിലേക്ക് എത്തുക, അല്ലാതെ അൺനെസസറി ആയിട്ട് നമ്മളിങ്ങനെ നീട്ടി വലിച്ചിട്ടൊന്നും ബിസിനസ് ലെറ്റേഴ്സ് എഴുതാതിരിക്കുക. പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് പെട്ടെന്ന് തന്നെ ലെറ്റർ എത്തിക്കുക. അടുത്ത യൂസ് ആക്റ്റീവ് വോയിസ്, അതുപോലെ പോസിറ്റീവ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അതിൽ കൊടുക്കുന്ന ഫ്രെയിം സെൻറ്റൻസൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്നതായിരിക്കണം, അല്ല നെഗറ്റീവായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നൽകാതിരിക്കുക. അതിന് എക്സാമ്പിൾസ് ഉണ്ട്, വായിച്ചു പോയാൽ മതി. അവോയ്ഡ് ഒബ്സൊലേറ്റ് ലാംഗ്വേജ്, യൂസ് കണ്ടംപററി ലാംഗ്വേജ്, നമ്മൾ സമകാലികമായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുക, അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ പ്ലാനിങ് ദ ലെറ്റർ, നമ്മുടെ ഒരു സക്സസ്ഫുൾ ലെറ്ററിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഒരു തോട്ട്ഫുൾ പ്ലാനിങ്. അപ്പോൾ അതിനെന്തൊക്കെയാണ്, അസംബ്ലിങ് റെലവൻറ്റ് ഫാക്ട്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ റെസിപ്പിയൻറ്റിനെ കുറിച്ചിട്ടുള്ള ആവശ്യമായ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക. നമ്മുടെ ലെറ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും പ്രീവിയസ് കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്യുക. സെലക്ടിങ് ദ റൈറ്റ് അപ്രോച്ച്. ഡയറക്റ്റ് അപ്രോച്ച്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി വിത്ത് യുവർ റിക്വസ്റ്റ് ഓർ മെസ്സേജ്. ഏത് അപ്രോച്ചാണ് വേണ്ടത്, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് അപ്രോച്ച് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് അപ്രോച്ച് ആണെങ്കിൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി വിത്ത് യുവർ റിക്വസ്റ്റ് ഓർ മെസ്സേജ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഓർ മെസ്സേജ് വെച്ചിട്ട് തുടങ്ങുക. എക്സാമ്പിൾ, കുഡ് യു പ്ലീസ് സെൻഡ് ദ അപ്ഡേറ്റ് ഇൻവോയ്സ്
ഇൻഡയറക്റ്റ് അപ്രോച്ച് ആണ് യൂസ് ഇൻട്രഡക്ടറി പാരാഗ്രാഫ് ഫോർ ദ സെൻസിറ്റീവ് ടോപ്പിക്സ്. അതുപോലെ പെർസ്യൂസീവ് അപ്രോച്ച് എംപ്ലോയ് എൻഗേജിങ് ഓപ്പണിംഗ് ലൈൻസ് ടു ക്യാപ്ചർ ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ ഇൻട്രസ്റ്റ് പിടിച്ചു വരുന്നതിന് എൻഗേജിങ് ഓപ്പണിംഗ് ലൈൻസ് ഒക്കെ നൽകുക. പ്രിപ്പയറിംഗ് പ്ലാന്, ഓർഗനൈസ് യുവർ പോയിൻറ്റ്സ് ലോജിക്കലി ബിഫോർ റൈറ്റിംഗ് ഔട്ട്ലൈൻ ദ പേർപ്പസ്. അതുപോലെ അടുത്തത് കൈൻഡ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്റേഴ്സിൻ്റെ പലതരത്തിലുള്ള ബിസിനസ് ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ലെറ്റേഴ്സ് ഓഫ് എൻക്വയറീസ്, കൊട്ടേഷൻസ്, ഓർഡേഴ്സ് ആൻഡ് അക്സെപ്റ്റൻസ്. എൻക്വയറീസ് യൂസ് ചെയ്യുന്നതിനാണ് റിക്വസ്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ സർവീസ് ഇൻഫർമേഷൻസോ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് എൻക്വയറീസ്. കൊട്ടേഷൻ എന്ന് പറയുന്ന റെസ്പോണ്ടിങ് ടു ക്വയറീസ് വിത്ത് പ്രൈസ് ആൻഡ് ടേംസ്. ക്വയറീസിൻ്റെ റെസ്പോണ്ടൻസ് ആണ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്, പ്രൈസും ടേംസും വേണ്ടിയുള്ള. അടുത്തത് ഓർഡർ ലെറ്റർ, പ്ലേസിംഗ് ഓർഡർ ഫോർ ദ സ്പെസിഫിക് ഗുഡ്സ്. ആക്സെപ്റ്റൻസ് ലെറ്റർ, കൺഫേം ദ റെസിപ്പിയൻ്റ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് ദ പർച്ചേസ് ഓർഡർ. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് ലെറ്റർ ഓഫ് ക്ലെയിം, കംപ്ലയിൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അഡ്രസ്സിംഗ് ഡിസ്ക്രിപ്പൻസീസ് ഇൻ ഓർഡർ ഓഫ് ക്വാളിറ്റി. ദിസ് ഷുഡ് ബി പൊളൈറ്റ്ലി ആൻഡ് ഫാക്ച്വൽ. ഇവിടെ പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ്സോ എന്തെങ്കിലും ഓർഡറിലോ ക്വാളിറ്റിയിലോ നമ്മൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ലെറ്റർ ഓഫ് ക്ലെയിംസ്, കംപ്ലയിൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇത് കുറച്ചുകൂടെ പൊളൈറ്റ് ആൻഡ് ഫാക്ച്വൽ ആയിരിക്കണം. ഏജൻസി ലെറ്റേഴ്സ്, എസ്റ്റാബ്ലിഷ് ഏജൻസി റിലേഷൻഷിപ്പ്, ഔട്ട്ലൈൻ ടേംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. സ്റ്റാറ്റസ് എൻക്വയറീസ് അബൌട്ട് അനദർ ഫേംസ് ക്രെഡിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്. ബാങ്കിങ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ബാങ്ക് ഫോർ വാരിയസ് സർവീസ് ലൈക്ക് ക്രെഡിറ്റ് ഇഷ്യൂൻസ്, കളക്ഷൻസ്, പേയ്മെൻറ്റ്സ് എക്സെട്ര. ബാങ്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് ബാങ്കുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തിനൊക്കെ വേണ്ടി, ക്രെഡിറ്റ് ഇഷ്യൂവൻസിനും കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ്സ് എന്നിവയ്ക്ക് വേണ്ടി. എക്സാമ്പിൾസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റർ ഓഫ് എൻക്വയറി, ഇതായിരിക്കും ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് കൊടുക്കുക, റിക്വസ്റ്റ് ഫോർ പ്രൊഡക്റ്റ് കാറ്റലോഗ്, ഇവിടെ ഇതിൻ്റെ കണ്ടൻറ്റ് കൊടുക്കുക, പിന്നെ നമ്മളിങ്ങനെ ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ലെറ്റർ ഫോർ കംപ്ലയിൻ്റ് ആണ് സബ്ജക്റ്റ് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് റിസീവ്ഡ്, സപ്ലയറിൻ്റെ നെയിം, ഡിയർ സപ്ലയർ നെയിം, പിന്നെ കണ്ടൻറ്റ് ഇങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യുക ഇവിടെ ഇങ്ങനെ. അതുപോലെ ലെറ്റർ പ്ലേസിംഗ് ഓർഡർ ആണെങ്കിൽ, പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആണെങ്കിൽ സബ്ജക്റ്റ് എന്നാണ് ഓർഡർ കൺഫർമേഷൻ, സപ്ലയർ നെയിം, ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഡെമോ. അടുത്ത ലെറ്റർ ഫോർ ഇഷ്യൂ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റ് ഫോർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് മാനേജറിൻ്റെ നെയിം, അതിനകത്ത് കണ്ടൻറ്റ് കൊടുക്കുക, ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് യൂണിറ്റ് 8 ബിസിനസ് കറസ്പോണ്ടൻസ് 2. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസും. പബ്ലിസിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റഡ് അറ്റ് ദ പബ്ലിക് ടു ക്രിയേറ്റ് എ ഫേവറബിൾ ഇംപ്രഷൻ ആൻഡ് എൻഹാൻസ് പബ്ലിക് റിലേഷൻസ്. ഇവിടെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയും പബ്ലിക്കുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതോളൂ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഫേവറബിളായിട്ട് നമ്മുടെ കമ്പനിയുടെ മേൽ ഫേവറബിളായിട്ടുള്ള ഇംപ്രഷനും അതുപോലെ പബ്ലിക് റിലേഷൻഷിപ്പ് അത് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ റിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പബ്ലിസിറ്റി പബ്ലിക് റിലേഷൻസ് എന്നും പറയുന്നത്. എഫക്റ്റീവ് പബ്ലിസിറ്റി ഫോസ്റ്റർ ഗുഡ് പബ്ലിക് റിലേഷൻ ആൻഡ് സ്ട്രോങ് പബ്ലിക് റിലേഷൻ ക്യാൻ സെർവ് ആസ് എ എഫക്റ്റീവ് പബ്ലിസിറ്റി. നമ്മുടെ എഫക്റ്റീവായിട്ട് പബ്ലിസിറ്റി എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു ഗുഡ് പബ്ലിക് റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നു. അതുപോലെ സ്ട്രോങ് പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ കമ്പനിയുടെ മുകളിൽ പബ്ലിസിറ്റിയും കൊണ്ടുവരും. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് എന്തൊക്കെയാണ്? പ്രൊമോട്ട് ബിസിനസ് ആക്ടിവിറ്റീസും. ഏതൊരു ഓർഗനൈസേഷനും അവരുടെ പബ്ലിസിറ്റിയും പബ്ലിക് റിലേഷൻഷിപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്രൊഡക്റ്റും സർവീസസുകളും പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അൾട്ടിമേറ്റ് ഗോൾ ടു എൻഷുർ കസ്റ്റമേഴ്സ് ഫീൽ ദേ ഹാവ് മെയ്ഡ് വാല്യുബിൾ പർച്ചേസ്, ഫോസ്റ്ററിങ് ലോയൽറ്റി ആൻഡ് റിപ്പീറ്റ് ബിസിനസ്. ഇവിടെ പബ്ലിസിറ്റിയും പബ്ലിക് റിലേഷൻഷിപ്പ് വഴി എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താണ്. ലോങ്കെവിറ്റി ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ പോസ്റ്ററോ അല്ലെങ്കിൽ റിട്ടൺ ആൻഡ് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് പബ്ലിസിറ്റി എന്തൊക്കെയാണ്? അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ. നമ്മുടെ ദ വിഷ്വൽ ലേഔട്ട് ഓഫ് പബ്ലിസിറ്റി മെറ്റീരിയൽ മസ്റ്റ് ബി ക്യാപ്ചർഡ് അറ്റൻഷൻ എഫക്റ്റീവ്. നമ്മൾ എന്താണോ പബ്ലിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം, വിഷ്വലായിട്ട് നമ്മൾ എന്തെങ്കിലും പോസ്റ്ററോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ അത് കാണുന്ന ആൾക്കാരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ വിഷ്വൽസും.
persuasive material, the content should compel audience to respond favorably. അടുത്തത് regularity of presentation. Consistency in visibility maintains engagement and reinforce the message. നമ്മൾ നമ്മുടെ റെഗുലർ പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അതെന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, കൺസിസ്റ്റൻസി ആയിട്ട് വിസിബിലിറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അത് അവരുടെ എൻഗേജ്മെൻറ്റും അതുപോലെ അവർ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ മുകളിൽ അവരുടെ എന്താണ് റീഎൻഫോഴ്സ് ദ മെസ്സേജ്, അഥവാ എന്താണ് കൂടുതൽ എന്താണ് ദൃഢമാക്കും, നമുക്ക് ആ ഒരു മെസ്സേജുമായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. അടുത്ത ഫോംസ് ഓഫ് പബ്ലിസിറ്റി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പബ്ലിസിറ്റി മെറ്റീരിയൽ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? പ്രസ് അഡ്വർടൈസ്മെൻറ്റ്. ഫോംസ് ഓഫ് പബ്ലിസിറ്റിയിൽ ഫസ്റ്റ് ഒന്ന് പ്രസ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് ന്യൂസ് പേപ്പർ, മാഗസീൻ. ഇതൊക്കെയാണ് ന്യൂസ് പേപ്പറിൽ മാഗസീനിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അത് വൈഡ് ഓഡിയൻസിലെത്താൻ സാധിക്കും. ഷുഡ് ബി ഹോണസ്റ്റ് ഇൻഫർമേഷൻ ബിൽഡർ ട്രസ്റ്റ്. അത് ഹോണസ്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം, അത് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. എക്സാമ്പിൾ പ്രസ് അഡ്വർടൈസ്മെൻറ്റ് അഡ്രസ് സപ്ലൈ ഇഷ്യൂസ് വൈൽ റിയഷറിങ് കസ്റ്റമർ. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റിസൻസ് ഡ്യൂ ടു അൺഫോഴ്സിൻ കോണ്ടിജൻസീസ് ദ സപ്ലൈ ഓഫ് അവർ ഡെലീഷ്യസ് ബ്രാൻഡ് ബസ്മതി റൈസ് ഹാസ് ബീൻ സസ്പെൻഡഡ്. ഒരു പ്രസ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഹാൻഡ് ബിൽസ് അഥവാ കോസ്റ്റ് എഫക്റ്റീവാണ്. ഹാൻഡ് ബിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്. അതുപോലെ ലഘുരേഖ അല്ലെങ്കിൽ വിളംബര പത്രം എന്ന് പറയും ഹാൻഡ് ബിൽസ് എന്ന് പറയുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ലോക്കലാണ്. റിക്വയർ റിപ്പീറ്റേഷൻ ടു ഹാവ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ആവശ്യമാണ്. ഓഫ്റ്റൻ കപ്പിൾഡ് വിത്ത് പ്രൊമോഷൻസോ ഡിസ്കൗണ്ട്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അടുത്ത സർക്കുലർ ലെറ്റേഴ്സ് സെൻഡ് ടു ന്യൂമറസ് കസ്റ്റമർ. ചില കസ്റ്റമേഴ്സിന് മാത്രം, വളരെ കുറച്ച് കസ്റ്റമേഴ്സിന് മാത്രം നൽകുന്ന ലെറ്ററാണ്. അതിനകത്ത് സ്പെഷ്യൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയാണ്. മെയിൻറ്റെയിൻ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. എക്സാമ്പിൾ സർക്കുലേറ്ററി അനൗൺസ്മെൻറ്റ് ഓഫ് ന്യൂ ഫാക്ടറി ടു ബെറ്റർ മീറ്റ് ഡിമാൻഡ്. അടുത്ത കാറ്റലോഗ് ആൻഡ് പ്രൈസ് ലിസ്റ്റ്. ഇത് എസ്റ്റാബ്ലിഷ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമർ അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓഫറിംഗ് ആൻഡ് പ്രൈസസ്. എക്സാമ്പിൾ മാഗസിൻ പബ്ലിഷർ പ്രൊമോട്ടിംഗ് സബ്സ്ക്രിപ്ഷൻസ് വിത്ത് ഡിസ്കൗണ്ട് ടു ലാപ്സ്ഡ് കസ്റ്റമേഴ്സ്. അടുത്ത മിസ്ലേനിയസ് ഇൻക്ലൂഡിംഗ് ഡിസ്പ്ലേ അറ്റ് എക്സിബിഷൻസിൽ ഡിസ്പ്ലേ നൽകുക, പ്രൊമോഷണൽ ഗിഫ്റ്റ്സ് നൽകുക, സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻസി, ഇതൊക്കെയാണ് മിസ്ലേനിയസിൽ വരുന്നത്. ലെറ്റർ ടു എഡിറ്റർക്ക് ലെറ്റർ എഴുതുന്നതാണ്. ഇതിനാണ് എഡിറ്ററിന് എന്തിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്? പബ്ലിക്കിൽ നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ മുകളിൽ കമൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള ലെറ്റർ എഴുതുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം? പുതിയൊരു ഉൾക്കാഴ്ച നൽകുന്നതായിരിക്കണം. അതുപോലെ ഒരുപാട് ബ്രോഡറായിട്ടുള്ള ഓഡിയൻസിന്, വൈഡായിട്ടുള്ള ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം പറയുന്നത്. മസ്റ്റ് ബി കമ്പലിങ് ആയിരിക്കണം. കമ്പലിങ് എന്ന് പറയുമ്പം ശ്രദ്ധ പിടിച്ച പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് എന്തെങ്കിലും ആയിരിക്കണം. എക്സാമ്പിൾ ലെറ്റർ ടു ദ എഡിറ്റർ എന്തൊക്കെയാണ്? സർ ദ റൈസ് ഇൻ മിൽക്ക് പ്രൈസ് ഹാസ് പുട്ട് ആൻ അൺനെസസറി ബേർഡൻ ഓൺ ഫാമിലീസ്. ഒരു മിൽക്കിൻ്റെ പ്രൈസ് കൂടിയതിനെ കുറിച്ചിട്ടുള്ള ഒരു ലെറ്ററാണ് എക്സാമ്പിളോടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയായിരിക്കും. അടുത്തത് പോസ്റ്റൽ സർവീസസ്. ദ പോസ്റ്റൽ സിസ്റ്റം ഈസ് എ ഇൻറ്റഗ്രൽ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ്. എന്തൊക്കെയാണ് പോസ്റ്റൽ സർവീസിൽ വരുന്നത്? ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അത് നമ്മൾ ഡിജിറ്റൽ മെസ്സേജ് എന്നതുകൂടെ റിപ്ലേസ് ചെയ്തപ്പെട്ടു. റെമിറ്റൻസ് സർവീസസ്, മണി ഓർഡർ, പോസ്റ്റൽ ഓർഡർ ഓർ സെക്യൂർ മണി ട്രാൻസ്ഫർ. റെമിറ്റൻസ് സർവീസസിൽ മണി ഓർഡേഴ്സ് ഉണ്ട്, പോസ്റ്റൽ ഓർഡേഴ്സ് ഉണ്ട്, പേയബിൾ പോസ്റ്റ് ഉണ്ട്. മെയിൽ ആൻഡ് പോസ്റ്റ് സർവീസസിൽ എന്താണ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് രജിസ്റ്റേർഡ് മെയിൽ, ഇതിനകത്ത് രജിസ്റ്റേർഡ് മെയിൽ ഉണ്ടാകും. പോസ്റ്റ് ഇൻഷുറൻസ് ഫോർ വാല്യബിൾ ഗുഡ്സ്, പാർസൽ അപ് ടു 20 kg ആൻഡ് സ്പീഡ് പോസ്റ്റ് ഫോർ ഫാസ്റ്റ് ഡെലിവറി. പോസ്റ്റ് റെസ്റ്റൻറ്റ് allow users without permanent address to receive mail. ഇത് എന്താണ്? യൂസേഴ്സിന് പെർമനൻ്റ് അഡ്രസ്സ് ഇല്ലാതെ തന്നെ മെയിൽ റിസീവ് ചെയ്യുന്നതാണ്. അടുത്ത ബിസിനസ് റീപ്ലേ കാർഡ് ആൻഡ് എൻവലപ്സ്. പിന്നെ പോസ്റ്റൽ ബോക്സ് ആൻഡ് പോസ്റ്റ് ബാക്ക് ഫെസിലിറ്റീസ്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്
ഇത് അഫോർഡബിൾ പോളിസീസാണ് ഇനീഷ്യലി ഡെവലപ്ഡ് ഫോർ പോസ്റ്റൽ എംപ്ലോയീസ്. പോസ്റ്റൽ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളൊരു അഫോർഡബിൾ പോളിസിയാണ് ഇത്. പക്ഷേ ഇപ്പം അത് എന്താണ് റൂറൽ ഏരിയയിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, വാരിയസ് ഗവൺമെൻറ് ബോഡീസിലേക്കും. അടുത്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് IPPB പ്രൊവൈഡ് ബാങ്കിങ് സർവീസസ് ടു എവറി ഹൗസ് ഹോൾഡ് വിത്ത് വാരിയസ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പോസ്റ്റൽ സർവീസിൽ വരുന്നതാണ്. ടെലിഗ്രാം കമ്മ്യൂണിക്കേഷൻ റെമിറ്റൻസ് സർവീസിൽ വരുന്നതാണ് മണി ഓർഡർ, പോസ്റ്റൽ ഓർഡർ, വാല്യൂ പേയബിൾ പോസ്റ്റ്. VPP എന്ന് പറഞ്ഞാൽ സെൻഡ് പാർസൽസ് റിക്വയർഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമുക്ക് പാർസൽസ് സെൻഡ് ചെയ്യുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട്. മെയിൽ ആൻഡ് പോസ്റ്റൽ സർവീസ്, പോസ്റ്റ് റെസ്റ്റൈൻഡ് ബിസിനസ് റീപ്ലേ കാർഡ് ആൻഡ് എൻവലപ്സ്, പിന്നെ പോസ്റ്റ് ബോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ് ഫെസിലിറ്റീസ്, പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്സ്, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത യൂണിറ്റ് 9 മീറ്റിംഗ്സ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനി ലോയിൽ മീറ്റിങ്സിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെയും പറയുന്നത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഓർഗനൈസറെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഇൻഡിവിജ്വൽസൊക്കെ ഗ്യാദർ ചെയ്ത് എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ മുകളിൽ, പർപ്പസിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യും, ഒരു ഐഡിയാസ് ഡിസ്കസ് ചെയ്യും, ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി കുറേ ആൾക്കാർ കൂടി ചേർന്ന് നടത്തുന്നൊരു മീറ്റിംഗ് ഗ്യാദർ ചെയ്യുന്നതിനാണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. Importance of meeting: enhance collaborations. Meeting bring people together, facilitating discussion that encourage team collaboration and foster sense of community. Enhance collaboration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവരികയും അത് ഡിസ്കഷൻസ് നടക്കുകയും അതിൽ ടീം കൊളാബറേഷൻ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഒന്നുകൂടെ വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതിനൊക്കെ എന്താണ് മീറ്റിംഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതൊക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് മീറ്റിംഗ്: പബ്ലിക് മീറ്റിംഗ് ഉണ്ട്, പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ട്. പബ്ലിക് മീറ്റിംഗിൽ open members of the community or the general public. This meeting aim to disseminate information, gather public opinion or promote cause. Open to member of community or the general public ഒരു കമ്മ്യൂണിറ്റിയിൽ നടത്തുന്നതോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ജനറലായിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. ഇത് കാര്യമായി നടത്തുക എന്തെങ്കിലും പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ ആയിരിക്കും. എക്സാമ്പിൾസ്: ടൗൺ ഹാൾ മീറ്റിംഗ്, ചാരിറ്റി ഇവൻറ്റ്സ്. പ്രൈവറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് സ്പെസിഫിക് മെമ്പർ, കുറച്ച് റെസ്ട്രിക്റ്റഡ് ഇപ്പോൾ സ്പെസിഫിക് മെമ്പേഴ്സ് മാത്രം, ഓർഗനൈസേഷനിലോ അസോസിയേഷനിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം ചേർന്നിട്ട് നടത്തുന്ന മീറ്റിംഗ്സ് ആയിരിക്കും. അവരെന്തെങ്കിലും അതിൽ ഇൻറ്റേർണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനായിരിക്കും. പിന്നെ സബ് ടൈപ്പ് ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് ഹെൽഡ് വൺസ് ഇൻ ഇയർ വിത്ത് മീറ്റിംഗ് കവേഴ്സ് എസെൻഷ്യൽ മാറ്റേഴ്സ് സച്ച് ആസ് ഇലക്ടിംഗ് ബോർഡ് മെമ്പേഴ്സ് ആൻഡ് റിവ്യൂയിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കമ്പനി ലോയിൽ. ആനുവൽ ജനറൽ മീറ്റിംഗ് ഒരു കമ്പനിയിൽ വൺസ് ഇൻ ഇയർ നടത്തുന്നതാണ്. ബോർഡ് മീറ്റിംഗ് എന്തൊക്കെ ബോർഡ് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും ഡിസിഷൻസ് എടുക്കുന്നതിനുമാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അടുത്തത് സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ടു അഡ്രസ് അർജൻറ്റ് മാറ്റേഴ്സ് ദാറ്റ് കനോട്ട് വെയിറ്റ് അണ്ടിൽ AGM. ഒരു AGM നടക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും അർജൻറ്റ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ വിളിക്കുന്ന മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതുപോലെ കമ്മിറ്റി മീറ്റിംഗ് കണ്ടക്റ്റഡ് ബൈ സ്മോളർ ഗ്രൂപ്പ്, ഒരു ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തുന്നൊരു മീറ്റിംഗ് ആയിരിക്കും. ഡിസ്കസ് സ്പെസിഫിക് ടാസ്ക് ഓർ ഇഷ്യൂസ് വിത്ത് ദൻ ഓർഗനൈസേഷൻ. അടുത്ത റിക്വസിറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ് ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം? പ്രോപ്പർ കൺവിൻസ്ഡ്, ഒരു ഈ മീറ്റിംഗ് വിളിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം, ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഗ്രൂപ്പ് ആസ് സ്പെസിഫൈഡ് ബൈ ദ ഓർഗനൈസർ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയായിരിക്കണം ഈ മീറ്റിംഗ് വിളിക്കേണ്ടത്. നോട്ടീസ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരിക്കണം, മെമ്പേഴ്സ് ഇൻവിറ്റേഷൻസ് നൽകിയിട്ടുണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് അതിൻ്റെ ഇൻഫർമേഷൻസ്, ഡേറ്റ്, പ്ലേസ്, അജണ്ട ഓഫ് ദ മീറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ലോഫുൾ പർപ്പസ് ആൻഡ് പ്ലേസ്, ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിന് ഒരു ലോഫുൾ പർപ്പസിനും അതുപോലെ ലോഫുൾ പർപ്പസിനായിരിക്കണം. അറ്റ് എ ലൊക്കേഷൻ ദാറ്റ് കംപ്ലീസ് വിത്ത് ലെജിസ്ലേഷൻ ആൻഡ് റെഗുലേഷൻസ്. കോറം എന്ന് പറഞ്ഞാൽ മിനിമം മെമ്പർ. നമുക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നൊരു മിനിമം മെമ്പറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ മിനിമം മെമ്പേഴ്സ് അവിടെ അത്യാവശ്യമായിട്ട് വേണം, അതാണ് കോറം. അതപ്പം കോറം അവിടെ ഉണ്ടായിരിക്കണം.
ചെയർമാൻ പ്രസൻസ്, അവിടെ ചെയർമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ റെഗുലേറ്റഡ് പ്രൊസീഡിംഗ്, ദ കണ്ടക്ട് ഓഫ് മീറ്റിംഗ് മസ്റ്റ് ബി അലൈൻ വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ ഓർഗനൈസേഷൻ ഗൈഡ് ലൈൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഓർഗനൈസേഷൻ ഗൈഡ് ലൈൻ വഴി പറഞ്ഞിരിക്കുന്ന വഴി ആയിരിക്കണം ഈ എന്താണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. ആക്യുറേറ്റ് റെക്കോർഡ് കീപ്പിംഗ്, നടന്നിരിക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് റെക്കോർഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്കഷൻസും ഡിസിഷൻസും ഒക്കെ എഴുതിയിട്ടുള്ളൊരു റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനെ മീറ്റിംഗ് മിനിറ്റ്സ് എന്ന് പറയും. റൂൾസ് ഗവേണിംഗ് മീറ്റിംഗ് നിയന്ത്രിക്കുന്ന റൂൾസ് എന്തൊക്കെയാണ്? പാർലമെൻ്ററി പ്രൊസീജിയർ ആണെങ്കിൽ റൂൾ ലൈക്ക് റോബോട്ട് റൂൾ ഓർഡർ ദ ഔട്ട്ലൈൻ ഹൗ മീറ്റിംഗ് ഷുഡ് ബി കണ്ടക്റ്റഡ് എൻഷുർ ഫെയർനെസ് ആൻഡ് ഓർഡർ. മീറ്റിംഗ് ആർ ഗവേൺഡ് ബൈ സെറ്റ് ഓഫ് റൂൾസ്. മീറ്റിംഗ് ഒക്കെ എന്താണ് നിയന്ത്രിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് വഴിയാണ്. വിച്ച് ക്യാൻ ബി വാരി ബൈ ഓർഗനൈസേഷൻ ഓർ ടൈപ്പ് ഓഫ് മീറ്റിംഗ്. ഫോർ എക്സാമ്പിൾ പാർലമെൻ്ററി പ്രൊസീജിയർ, കമ്പനി ബൈലോ. എ കോർപ്പറേഷൻ ഇൻറ്റേർണൽ റൂൾസ് ഗവേൺ മീറ്റിംഗ് പ്രൊസീജിയർ സച്ച് ആസ് ഹൗ നോട്ടീസ് മസ്റ്റ് ബി ഗിവൺ. കസ്റ്റം ആൻഡ് കൺവെൻഷൻ. In the absence of formal rules, establish practice for the basis of order during meetings. Preparation for and conduct of meeting. നോട്ടീസ് ഉണ്ടായിരിക്കണം. എ വൈറ്റൽ പ്രിക്വസിറ്റ്സ് ഫോർ ഹോൾഡിങ് എ വാലിഡ് മീറ്റിംഗ് മസ്റ്റ് ഇൻക്ലൂഡ് സ്പെസിഫിക്കലി. നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് അവിടെ ഒരു എന്താണ് നോട്ടീസ് ഉണ്ടായിരിക്കണം. നോട്ടീസിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കണം? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ പർപ്പസ് ഓഫ് ദ മീറ്റിംഗ്, അജണ്ട ഓഫ് ദ മീറ്റിംഗ്, ലൊക്കേഷൻ, ഡേറ്റ്, ടൈം എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അജണ്ട, എ സ്ട്രക്ചർഡ് ഔട്ട്ലൈൻ ഓഫ് ടോപ്പിക്സ് ബി ഡിസ്കസ്ഡ് ആക്റ്റഡ് അപ്പോൺ ഡ്യൂറിങ് ദ മീറ്റിംഗ്. അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ഈ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ഔട്ട്ലൈൻ ഓഫ് ടോപ്പിക്കാണ് അജണ്ട എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ഔട്ട്ലൈൻ ഓഫ് ടോപ്പിക്കാണ്. ഇതെന്ത് ചെയ്യും? യൂഷ്വലി എന്താണ് നമ്മുടെ നോട്ടീസിൻ്റെ കൂടെ തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ടു പ്രിപ്പയർ മെമ്പേഴ്സ് ഫോർ ഡിസ്കഷൻ, നമ്മൾ ഡിസ്കഷന് വേണ്ടി മെമ്പേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഇത് നോട്ടീസിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് അജണ്ട ഐറ്റംസ്, അപ്രൂവൽ ഓഫ് പ്രിയർ മീറ്റിംഗ് മിനിറ്റ്സ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ന്യൂ ബിസിനസ് പ്രപ്പോസൽസ്. എക്സാമ്പിൾ ഓഫ് അജണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് പ്രയർ മീറ്റിംഗ് മിനിറ്റ്സ്, ഫൈനൽ റിപ്പോർട്ട്സ്, ന്യൂ ബിസിനസ് പ്രപ്പോസൽ. റോൾ ഓഫ് ദ സെക്രട്ടറി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 135-ൽ. ദ സെക്രട്ടറി ബിയേഴ്സ് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസ് ഫോർ ദ പ്രീ മീറ്റിംഗ് പ്രിപ്പറേഷൻ, മെയിൻറ്റെയിൻ ഫയൽസ് റിലേറ്റഡ് പ്രീവിയസ് മീറ്റിംഗ് ആൻഡ് അപ്കമിങ് അജണ്ട. മുമ്പ് നടന്നിരിക്കുന്ന മീറ്റിങ്ങിൻ്റെയും ഇനി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെയും ഒക്കെ എന്താണ് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രിപ്പയർ ആൻഡ് ഡിസ്പാച്ച് മീറ്റിംഗ് നോട്ടീസ് ആൻഡ് അജൻഡാസ്, എൻഷുർ ലോജിസ്റ്റിക് for accommodation attendance in the meeting space, record the minutes during the meeting document proceeding. ഇത്രയും കാര്യങ്ങളാണ് സെക്രട്ടറിയുടെ റോൾ എന്ന് പറയുന്നത്. ക്വാറം എന്ന് പറഞ്ഞാൽ മിനിമം മെമ്പേഴ്സ് ക്വാറം സിഗ്നിഫൈസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ മസ്റ്റ് ബി പ്രസൻറ്റ് കണ്ടക്ട് ലെജിറ്റിമേറ്റ് ബിസിനസ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. നമ്മൾ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മിനിമം മെമ്പറാണ് ക്വാറം എന്ന് പറയുന്നത്. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ ഇഫ് ആൻ ഓർഗനൈസേഷൻ has 10 members, a quorum may require at least 6 members. ഒരു ഓർഗനൈസേഷനിൽ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കോറം എന്ന് പറയുന്നത്, ഒരു മീറ്റിംഗ് നടത്താനുള്ള കോറം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 6 മെമ്പർ പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഇഫ് നോ കോറം എക്സിസ്റ്റ്, ഫോർമൽ ഡിസ്കഷൻ ആൻഡ് വോട്ട് കാനോട്ട് ബി പ്രൊസീഡ്. ഇപ്പം അവിടെ കോറം മീറ്റിങ്ങിൽ ഉണ്ടായിട്ടില്ല, അത് എക്സിസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വോട്ട് ചെയ്യാനോ ഡിസ്കഷനിൽ ഫോർമൽ ഡിസ്കഷൻ നടത്തുവാനോ വോട്ട്സ് പ്രൊസീഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഈ മീറ്റിങ്ങിന് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. കോൺസിക്വൻസ് ഓഫ് നോ കോറം, ഇഫ് കോറം ഈസ് നോട്ട് പ്രസൻറ്റ് മെമ്പർ മേ എൻഗേജ് ഇൻ ഇൻഫോർമൽ ഡിസ്കഷൻ ബട്ട് ഒഫീഷ്യൽ ബിസിനസ് ക്യാൻ ബി കണ്ടക്റ്റഡ്. നോ ഒഫീഷ്യൽ ബിസിനസ് ക്യാൻ ബി കണ്ടക്റ്റഡ്. കോറം ഇല്ലാന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന് വേണമെങ്കിൽ ഇൻഫോർമൽ ഡിസ്കഷനിൽ എൻഗേജ്ഡ് ആവാം, പക്ഷേ ഒരു ഒഫീഷ്യൽ ബിസിനസ്സും അവിടെ നടത്താൻ സാധിക്കില്ല. റോൾ ഓഫ് ചെയർമാൻ, ഹിസ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റോൾ ഓഫ് ചെയർമാൻ എന്ന് പറയുന്നത് chairman or a chairperson presided over the meeting, ensure the flow of smoothly and remain. ചെയർമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതിൻ്റെ മീറ്റിംഗ് കറക്റ്റായി നടക്കുന്നതിനും അതിന് പ്രോപ്പറായി കൊണ്ട് നടത്തുന്നതൊക്കെ ഈ വ്യക്തിയാണ്. അപ്പോൾ അവരുടെ പവർ എന്തൊക്കെയാണ്? കണ്ടക്ട് മീറ്റിംഗ്, കൺഫേമിങ് മിനിറ്റ്സ്, ഡിസൈഡിങ് പോയിൻറ്റ്സ് ഓഫ് ഓർഡർ,
അതുപോലെ എക്സ്പെല്ലിംഗ് ഡിസോർഡർലി മെമ്പേഴ്സ്, അതുപോലെ ഡിറ്റർമൈനിങ് സ്പീക്കർ പ്രയോറിറ്റി. ഡ്യൂട്ടീസ് ഓഫ് ചെയർമാൻ എൻഷുർ ദ മീറ്റിംഗ് ഈസ് പ്രോപ്പർലി കൺവെൻസ്ഡ്, confirming quorum is present before starting, follow the agenda, facilitating discussion, maintain order and decorum through the meeting, provide all members, especially those in minority position, the opportunity to speak and contribute. ഇത്രയാണ് ഡ്യൂട്ടീസ് പറയുന്നത്. നമ്മുടെ മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നും കോറം പ്രസൻ്റ് ആണെന്നും മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോറം പ്രസൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുക. പറഞ്ഞിരിക്കുന്ന മെയിൻ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ മെമ്പേഴ്സിനും സംസാരിക്കുവാനുള്ള ഈവൻ മൈനോറിറ്റി പൊസിഷനിലവർക്ക് കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുക. ഇതൊക്കെയാണ്. അടുത്ത് യൂണിറ്റ് 10 മീറ്റിംഗ്സ് സെക്കൻഡ് 2 മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമൽ പ്രപ്പോസൽ, നമ്മുടെ ഈ മീറ്റിങ്ങിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഫോർമൽ പ്രപ്പോസലിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ഇസ് എ ഫോർമൽ പ്രപ്പോസൽ പുട്ട് ഫോർവേഡ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ വിത്ത് ദ മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ നമ്മൾ നടത്താൻ പോകുന്ന ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ പ്രപ്പോസലാണ്. ഈ പ്രപ്പോസൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മീറ്റിങ്ങിൽ ഡിസ്കഷൻ നടക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസിഷൻ എടുക്കും. അതിനാണ് മോഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻസ് ഫോർ വാലിഡ് മോഷൻ, റിട്ടൺ പ്രപ്പോസൽ ആയിരിക്കണം. മോഷൻ ഷുഡ് ബി റിട്ടൺ ഡേറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ മൂവർ. ആരാണോ മൂവർ എന്ന് പറയുന്നത്, ആരാണോ ഈ മോഷൻ കൊണ്ടുവരുന്നത് ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ മോഷന് റിട്ടണിലായിരിക്കണം, ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാൻ ബി പ്രപ്പോസ്ഡ് വെർബലി ഇഫ് പെർമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വെർബലി നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം ബൈ ദ ചെയർമാൻ ബിഫോർ ബീയിങ് ഫൈനലൈസർ ഇൻ റൈറ്റിംഗ്. എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ഡ്യൂലി സെക്കൻഡഡ്, എ മോഷൻ മസ്റ്റ് ബി സെക്കൻഡ് ബൈ അനദർ മെമ്പർ ഫോർ ദ ഡിസ്കഷൻ ടു പ്രൊസീഡ്. അടുത്ത റെലവൻറ്റ്, എ മോഷൻ മസ്റ്റ് ബി റെലവൻറ്റ് ടു ദ സ്കോപ്പ് ഓഫ് ദ മീറ്റിംഗ് ആൻഡ് കറസ്പോണ്ട് ദ അജൻഡ. നമ്മുടെ മോഷൻ റെലവൻറ്റ് ആയിരിക്കണം, അഫർമേറ്റീവ് ഫോം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ജനറലി ബി പ്രൈസ്ഡ് പോസിറ്റീവ്ലി ത്രൂ നെഗറ്റീവ് മോഷൻസ് ആർ പെർമിസിബിൾ. അടുത്തത് ഫ്രേസിങ്. ഇറ്റ് ടിപ്പിക്കലി ബിഗിൻ വിത്ത് ദാറ്റ്. തുടങ്ങുക എങ്ങനെയായിരിക്കും? ദാറ്റ് വെച്ചിട്ടായിരിക്കും. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നോ ആർഗ്യുമെൻറ്റേഷൻ. എമോഷൻ ഷുഡ് ബി അവോയ്ഡ് ഓഫ് ആർഗ്യുമെൻ്റ് ഓർ ഡിഫാമേറ്ററി റിമാർക്സ്. ഒരു മോഷൻ ഉണ്ടാകാൻ പാടില്ല, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഡിഫർമേഷൻ റിമാർക്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫോക്കസ് മസ്റ്റ് ബി ഓൺ ദ പ്രപ്പോസൽ ഇറ്റ് സെൽഫ്. ഓർഡർ ഓഫ് ബിസിനസ്. മോഷൻ ഷുഡ് ബി പ്രസൻറ്റഡ് in the order of outline the agenda. Submission process. All motion should be handed to the chairman unless stipulated otherwise. എല്ലാ നമ്മുടെ ഓൾ മോഷൻസ് ആർക്കൊക്കെ ഹാൻഡ് ചെയ്തിട്ടായിരുന്നു ചെയർമാൻ നൽകിയിട്ടുണ്ടായിരിക്കണം. വിഡ്രോവൽ ഓഫ് എ മോഷൻ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കത് വോട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ തിരിച്ചെടുക്കാം. ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? If notice has been given to the chairman, will call upon the proposer to move the motion. In the absence of prior notice, the mover may request permission from the chairman to introduce it. If seconded, discussion on the motion follows, and after sufficient deliberation, it is put to vote. The result is announced by the chairman. ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് മൂവിങ് എ മോഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഡ്രോവൽ ഓഫ് മോഷൻ. വിഡ്രോവൽ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ വോട്ടിന് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഈ മോഷൻ വേണം നമുക്ക് വിഡ്രോ ചെയ്യാം. ഇനി മോഷൻ മൂവ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ഫോർ മൂവിങ് മോഷൻ മൂവ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിഡ്രോവലിൻ്റെ അല്ല. ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ, ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ, ഈ മോഷൻ മൂവ് ചെയ്യുന്നതിൻ്റെ, പ്രപ്പോസൽ മൂവ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. If notice has been given, the chairman will call upon the proposer to move the motion. അടുത്തത്, in the absence of the prior notice, the mover may request permission from chairman to introduce it. If seconded, discussion on the motion flows, and after sufficient deliberation, it is put to a vote. The result is announced by chairman. ഇത്രയാണ് പ്രൊസീജിയറാണ്.
മോഷൻ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഡെഫിനിഷൻ ഓഫ് എൻ അമാൻഡമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി വരുത്തുക. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊപ്പോസൽ ചേഞ്ചസ് വരുത്തുന്ന കൊടുത്തിരിക്കുന്ന എന്താണ് മോഷനിൽ അതിൻ്റെ ടേംസിലൊക്കെ എന്തെങ്കിലും ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അമാൻഡമെൻറ്റ് എന്ന് പറയുന്നത്. അമെൻഡമെൻറ്റ് എന്ന് പറയുന്നത് ഇതിലെന്തൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വേർഡ്സുകൾ, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, ബട്ട് ഷുഡ് നോട്ട് റീപ്ലേസ് ദ ഒറിജിനൽ മോഷൻ. പക്ഷേ ഇതൊക്കെ നമുക്ക് വരുത്താം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും, ഒമിറ്റ് ചെയ്യാൻ സാധിക്കും, ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഒറിജിനൽ മോഷനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ടൈപ്പ് ഓഫ് അമെൻഡമെൻറ്റ് ആഡിങ് വേർഡ്സ്, ഒമിറ്റിംഗ് വേർഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വേർഡ്സ് ആണ്. ജനറൽ റൂൾസ് ഓഫ് അമെൻഡമെൻറ്റ് മസ്റ്റ് ബി റിലേറ്റഡ് ഡയറക്ട്ലി ടു ദ മെയിൻ മോഷൻ വിത്തൗട്ട് നെഗേറ്റിംഗ് ഇറ്റ്. ഈ അമെൻഡമെൻറ്റ് എന്താണെങ്കിലും മെയിൻ മോഷനായിട്ട് ഡയറക്ട്ലി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, റിലേറ്റഡ് ആയിരിക്കണം. അതുപോലെ ഇൻട്രൊഡ്യൂസ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഇംപ്രൂവ് ഓർ റീഫൈൻ ദ ഒറിജിനൽ മോഷൻ. അതുപോലെ മസ്റ്റ് ബി സബ്മിറ്റഡ് റൈറ്റിംഗ് ആൻഡ് റിക്വസ്റ്റ് സെക്കൻഡ് മോഷൻ. ഓൺലി ദോസ് ഹു ഹാവ് നോട്ട് സ്പോക്കൺ ഓൺ ദ മെയിൻ മോഷൻ മേ കോൺട്രിബ്യൂട്ട് ടു ദിസ് അമെൻഡമെൻറ്റ്. ആരാണോ മെയിൻ മോഷനിൽ സംസാരിക്കാത്ത ആൾക്കാർ അവർക്ക് എന്ത് ചെയ്യാം, അമെൻഡമെൻറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അമെൻഡമെൻറ്റ് മസ്റ്റ് ഓൾസോ ബി വോട്ടഡ് ഓൺ ബിഫോർ ഒറിജിനൽ മോഷൻ മുമ്പ് നമുക്ക് അമെൻഡമെൻറ്റ് മുകളിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. പ്രൊസീജിയർ ഓഫ് ഹാൻഡ്ലിംഗ് അമെൻഡമെൻറ്റ്സ്. വൺസ് അമെൻഡമെൻറ്റ്സ് ഈസ് പ്രൊപ്പോസ്ഡ്, ഡിസ്കഷൻ ഓൺ ദ ഒറിജിനൽ മോഷൻ ഈസ് ഹോൾട്ടഡ്. ഒരു അമെൻഡമെൻറ്റ് പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞാൽ വൺസ് അമെൻഡമെൻറ്റ് ഈസ് പ്രൊപ്പോസ്ഡ്, നമ്മുടെ ഒറിജിനൽ മോഷൻ എന്ത് ചെയ്യും, അവിടെ നിർത്തിവെക്കും. ഓൾ അമെൻഡമെൻറ്റ്സ് ടു ദ സെയിം മോഷൻ ആർ ഡിബേറ്റഡ് ആൻഡ് വോട്ടഡ് ഓൺ ദി ഇൻഡിവിജ്വൽ. എല്ലാ അമെൻഡമെൻറ്റ്സും ഒറ്റ സെയിം മോഷൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഡിബേറ്റ് ചെയ്തിട്ട് വോട്ട് ചെയ്യപ്പെടും ഇൻഡിവിജ്വലി. ഇഫ് ആൻ അമെൻഡമെൻറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദ ഒറിജിനൽ മോഷൻ. ഈ അമെൻഡമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ മോഷൻ്റെ പാർട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യും. വിച്ച് മസ്റ്റ് സ്റ്റിൽ ബി വോട്ടഡ് ഓൺ ദ entirety afterward. Amendment to an amendment. If someone proposes to modify an amendment, it referred to as an amendment to amendment. ഈ അമെൻഡമെൻറ്റിൽ ഈ പ്രപ്പോസൽ എന്തെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന അമെൻഡമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയും അമെൻഡമെൻറ്റ് ടു അമെൻഡമെൻറ്റ് എന്ന് പറയും. നമ്മുടെ മെയിൻ അമെൻഡമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിരിക്കണം ഇത് നൽകേണ്ടത്. ഡെഫിനിഷൻ ഓഫ് എ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ ഇസ് ദ മോഷൻ ദാറ്റ് ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ബൈ മെജോറിറ്റി ഇൻ ദ മീറ്റിംഗ്. നമ്മുടെ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ദ വിൽ ഓർ ഒപ്പീനിയൻ ഓഫ് ദ മെമ്പേഴ്സ്. ഇറ്റ് ആക്ട് ആസ് ദ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് വിൽ ഓർ ഒപ്പീനിയൻ ഓഫ് ദ മെമ്പേഴ്സ്. Characteristics of the resolution. Once motion becomes resolution, it is binding on all members, including those who opposed it, provided ഇത് വൺസ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഷൻ നമ്മുടെ ഈ പ്രപ്പോസ് ചെയ്ത സബ്ജക്റ്റ് റെസൊല്യൂഷനായി മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാവരും അതിൻ്റെ മുകളിൽ ബാധ്യസ്ഥരാണിത്. ബൈൻഡിങ് ആയി മെമ്പേഴ്സിൻ്റെ മുകളിൽ ഇത് ബൈൻഡിങ് ആയിരിക്കും. ഇനി അതിനെതിരെ വോട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ കൂടിയും അവരുടെ മുകളിൽ ഇത് ബാധ്യതയായി മാറുകയാണ്. അവരതനുസരിച്ചിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് അതനുസരിക്കേണ്ടതായിട്ട് വരും. ജനറലി ദ വേർഡിംഗ് റിസോൾവ്ഡ് ദാറ്റ് പ്രൊസീജിയർ ദ മെയിൻ കണ്ടന്റ് ഓഫ് റെസൊല്യൂഷൻ. Generally the wording resolved that precede the main content of the resolution. അടുത്തത് റെക്കോർഡിംഗ് റെസൊല്യൂഷൻ. ദ റെസൊല്യൂഷൻ പാസ്ഡ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക്. നമ്മുടെ പാസ് ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ. ഓർഡർ റെസൊല്യൂഷൻ റിക്വയർഡ് സിമ്പിൾ മെജോറിറ്റി ടു പാസ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ മെജോറിറ്റി വേണം. അതായത് മോഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി ലാർജർ മെജോറിറ്റി. 2/3 ഓഫ് ആൾക്കാർ അവിടെ ഇരിക്കുന്ന മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി 2/3 ഓഫ് ആൾക്കാർ അതിനെ എന്ത് ചെയ്യണം, അനുകൂലിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. വോട്ടിംഗ് പ്രൊസീജിയർ മെത്തേഡ്.
ഇമ്പോർട്ടൻസ് ഓഫ് വോട്ടിംഗ്. വോട്ടിംഗ് ഇസ് ക്രിട്ടിക്കൽ ഫോർ ഗിവിംഗ് ഫോർമൽ എക്സ്പ്രഷൻ ടു ദ മീറ്റിംഗ്സ് ഡിസിഷൻസ്. വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ആക്സെപ്റ്റൻസ്, നമ്മുടെ ആക്സെപ്റ്റൻസ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വോട്ടിങ്ങിലൂടെയാണ്. അപ്പം മെത്തേഡ് ഓഫ് വോട്ടിംഗ് വോയിസ് വോട്ട് ഉണ്ട്. മെമ്പേഴ്സ് വെർബലി എക്സ്പ്രസ് ദെയർ അപ്രൂവൽ ഡിസപ്രൂവൽ. അവരെ അപ്രൂവലും ഡിസപ്രൂവലും ഒരു വ്യക്തിയുടെ ഡിസ്കഷൻ്റെ മുകളിൽ എടുത്തിരിക്കുന്ന ഡിസിഷൻ്റെ മുകളിലുള്ള അപ്രൂവലും ഡിസപ്രൂവലും കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോട്ടിങ്. അപ്പോൾ അത് വെർബലി നമുക്ക് വോയിസ് വോട്ടായിട്ട് കൊടുക്കാം. ഐ ഓർ നോ. കോമൺലി യൂസ്ഡ് ദ ലാക്ക് ഓഫ് പ്രിസൈസ് കൗണ്ടിങ്. ഷോ ഓഫ് ഹാൻഡ്സ്. മെമ്പേഴ്സിന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവർ അപ്രൂവും ഡിസപ്രൂവലും കാണിക്കാം. സ്റ്റാൻഡിങ് വോട്ട് ചെയ്യാം. ഡിവിഷൻ. മെമ്പേഴ്സ് ഫിസിക്കലി ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഫോർ അഗെയിൻസ്റ്റ് എ മോഷൻ. ഗ്രൂപ്പ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് എ മോഷൻ അലോയിങ് ക്ലിയർ വിസിബിലിറ്റി ഒപ്പീനിയൻ ബട്ട് ക്യാൻ ഡിസ്റപ്റ്റ് മീറ്റിംഗ് ഫ്ലോ. മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരെ ഡിവൈഡ് ചെയ്തിട്ടും അങ്ങനെ ചെയ്യാം. ഡിവിഷൻ ചെയ്തിട്ടും ബാലറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. യൂസ് കോൺഫിഡൻഷ്യൽ വോട്ടിംഗ്. മെമ്പേഴ്സ് റൈറ്റ് ദെയർ വോട്ട് ഓൺ പേപ്പർ. പോൾ ചെയ്യാം. ആൻ ഓർഗനൈസേഷൻ കളക്ട് ഓഫ് വോട്ട് ബൈ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് അലോയിങ് പ്രോക്സീസ് ആൻഡ് അക്കോമഡേറ്റിംഗ് ലാർജ് മെമ്പർഷിപ്പ് നമ്പേഴ്സ്. ഏതൊക്കെ രീതിയിലാണ് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുക? വോയിസ് വോട്ട് ചെയ്യാം, ഹാൻഡ്സ് റൈസ് ചെയ്തിട്ടാവാം, സ്റ്റാൻഡ് ചെയ്തിട്ടാവാം, ഡിവിഷൻ ചെയ്തിട്ട് മെമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാവാം, ബാലറ്റ് വഴിയാം, പോൾ വഴിയാം. ജനറൽ റൂൾസ് ഓഫ് വോട്ടിംഗ്. ഓൾ വോട്ടിംഗ് മെത്തേഡ് മസ്റ്റ് എൻഷുർ ഫെയർനെസ് ആൻഡ് ട്രാൻസ്പെറൻസി. അതുപോലെ പ്രോക്സി മസ്റ്റ് ബി വെരിഫൈഡ് ഇൻ ഇഫ് അലൗഡ്. മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിൽ നടന്നിരിക്കുന്ന ഡിസ്കഷൻസും അതുപോലെ അതിനകത്ത് എടുത്തിരിക്കുന്ന ഡിസിഷൻസും ഒക്കെ എഴുതി വെക്കുന്ന, റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് മിനിറ്റ്സ് ഓഫ് ഡിസിഷൻസ്. ഓൺലി ദ റെസൊല്യൂഷൻ ആൻഡ് ഔട്ട്കംസ് ആർ റെക്കോർഡ് ഓഫ്റ്റൻ ഫോർമൽ മാനർ. ഇതിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുക? ഓൺലി ദ റെസൊല്യൂഷൻ ആൻഡ് ഔട്ട്കംസ് are recorded. Minutes of narration detail accounts of discussions including arguments of for and against മോഷനെതിരെയും അനുകൂലമായി വന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളായിരിക്കും മിനിറ്റ്സ് ഓഫ് നരേഷൻ ഉണ്ടാവുക. ഇമ്പോർട്ടൻസ് ഓഫ് മിനിറ്റ്സ്. പ്രൊവൈഡ് ആക്യുറേറ്റ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് വാട്ട് ട്രാൻസ്പയർഡ്. ഒരു ആക്യുറേറ്റ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. സെർവ് പ്രൂഫ് ഡിസിഷൻ മെയ്ഡ്. ഒരു പ്രൂഫായിട്ട് ഡിസിഷൻ മെയ്ഡ് ചെയ്തതിനുള്ള പ്രൂഫായിട്ടും. അതുപോലെ വിച്ച് ക്യാൻ ബി റെഫറൻസ്ഡ് ലീഗലി നമുക്കിത് ലീഗൽ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. എയ്ഡിങ് മെയിൻറ്റെയിനിങ് കണ്ടിന്യൂറ്റി ഇൻ ഓൺഗോയിങ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻസ്. ഡ്രാഫ്റ്റിംഗ് മിനിറ്റ്സ്. ദ സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റിംഗ് മിനിറ്റ്സ്. ഇത് മിനിറ്റ്സ് ആരാണ് തയ്യാറാക്കുന്നത്? സെക്രട്ടറിയാണ്, അധ്യക്ഷനാണ് ഇതിന് ഈ മിനിറ്റ്സ് തയ്യാറാക്കുന്നതിന് റെസ്പോൺസിബിൾ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ഡിവോയ്ഡ് ആംബിഗ്വിറ്റി, എന്താണ് ആ കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല, ക്ലിയർ ആൻഡ് ബ്രീഫ് ആയിരിക്കണം, ക്രോണോളജിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് റിഫ്ലക്റ്റ് ഇൻ ദ അജണ്ട, ഫ്രീ ഫ്രം അൺനെസസറി ഇൻഫർമേഷൻ ആൻഡ് ബയസസ്. Conclusion and confirmation of minutes. It's beneficial to circulate minutes for member review. Confirmation during the next meeting solidifies the minutes, making them an official record for future reference. നമ്മുടെ മിനിറ്റ്സ് ബുക്ക് എന്താണ്? നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നൊരു ഒഫീഷ്യൽ റെക്കോർഡാണ്. അപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തി, ഇത് തയ്യാറാക്കുന്നത് ആരാണ്? സെക്രട്ടറിയാണ്. അപ്പം അത് കുറച്ചുകൂടെ ക്ലിയറും ബ്രീഫും ആയിരിക്കണം. അവിടെ കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ അജണ്ടനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മുടെ അൺനെസസറിയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരാൻ പാടില്ല. ബയസസ് ഒന്നും വരാൻ പാടില്ല. ഇതെന്തിനു ഉപകാരപ്പെടും? ഇത് നമുക്ക് പിന്നീട് അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മിനിറ്റ്സ് ബുക്ക് വെച്ചിട്ട് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെന്ത് ചെയ്യാം? റിവ്യൂ ചെയ്തിട്ട് ഇതിലുള്ള പിന്നീട് നമുക്ക് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് റിവ്യൂ ചെയ്യാൻ സാധിക്കും. മെമ്പേഴ്സിന് റിവ്യൂ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്.